ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. പഞ്ചാബ് കിങ്സ് വേഴ്സസ് മുംബൈ ഇന്ത്യൻസ്. ജൂൺ 3-ന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന IPL ഫൈനൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടാൻ പോകുന്നത് ആരാണ് എന്നറിയാനുള്ള മത്സരമാണ് ഇന്ന് നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ രണ്ട് ടീമുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ടീം കോമ്പോസിഷനിൽ തന്നെ ഒരു രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന ടീമാണ് പഞ്ചാബ് കിങ്സും മുംബൈ ഇന്ത്യൻസും. നമ്മൾ പഞ്ചാബിന്റെ ഒരു ബാറ്റിംഗ് ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ടോപ്പ് 7-ൽ 4 അൺക്യാപ്ഡ് പ്ലേയേഴ്സ് ആണുള്ളത്. പ്രിയാൻഷ് ആര്യ, പ്രഭ്സിമ്രാൻ സിംഗ്, നെഹാൽ വധേര, ശശാങ്ക് സിംഗ്. അങ്ങനെയുള്ള ഈ യങ് പ്ലേയേഴ്സിന്റെ ആ ഒരു യൂത്ത്ഫുൾ എക്സ്യൂബറൻസ് ഉണ്ടല്ലോ, അതിൽ ആ ഒരു ഡെയറിംഗ് ആയിട്ടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിൽ മുന്നോട്ട് കുതിച്ച ടീമാണ് പഞ്ചാബ് കിങ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളുടെ അവരുടെ ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ പ്രിയാൻഷ് ആര്യ ആയാലും പ്രഭ്സിമ്രാൻ സിംഗ് ആയാലും നല്ല രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അവരുടെ പാർട്ണർഷിപ്പിന്റെ ആ ഒരു സ്ട്രൈക്ക് റേറ്റ് നോക്കിക്കഴിഞ്ഞാലും നമ്പർ ഓഫ് റൺസ് നോക്കിക്കഴിഞ്ഞാലും ഒക്കെ ഒരു ടോപ്പ് 3-ൽ അവരെന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇവർക്ക് മികച്ച തുടക്കം നൽകാൻ, കൺസിസ്റ്റന്റ് ആയിട്ട് മികച്ച തുടക്കം നൽകാൻ പ്രിയാൻഷിനും പ്രഭ്സിമ്രാനും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നെഹാൽ വധേര അറിയാലോ, ഒരു അണ്ടർ റേറ്റഡ് പ്ലെയർ ആണ്. ഇപ്പോൾ ക്രൂഷ്യൽ കോൺട്രിബ്യൂഷൻസ് നൽകാൻ വധേരയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ശശാങ്ക് സിംഗ് നന്നായിട്ട് തന്നെ ചില മത്സരങ്ങളിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അൺക്യാപ്ഡ് പ്ലേയേഴ്സിന്റെ ഇടയിലേക്കാണ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ, അതുപോലെ ജോഷ് ഇംഗ്ലിസ്, മാർക്കസ് സ്റ്റോയിൻസ് എന്നിവർ വരുന്നത്. ഇപ്പോൾ ശ്രേയസ് അയ്യറിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എക്സലന്റ് പ്ലെയർ ആണ്. ഈ സീസണിൽ നമ്മുടെ പഞ്ചാബ് കിങ്സിന്റെ ടോപ്പ് സ്കോറേഴ്സിൽ ഒരാളാണ്. അറൌണ്ട് 520ഓളം റൺസ് നമ്മുടെ ശ്രേയസ് അയ്യർ നേടിയിട്ടുണ്ട്. ഇവിടെ മുള്ളൻപൂരിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ശ്രേയസ് അയ്യർ ആയിരിക്കും. കാരണം മുള്ളൻപൂരിൽ കളിച്ച 5 കളികളിൽ വെറും 27 റൺസ് മാത്രമാണ് നമ്മുടെ ശ്രേയസ് അയ്യറിന് സ്കോർ ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്നാൽ അവിടുന്ന് പുറത്തോട്ട് പോകുമ്പോൾ 10 മത്സരങ്ങളിൽ നിന്ന് 489 റൺസ് ശ്രേയസ് അയ്യർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു സ്റ്റേഡിയത്തിലേക്ക്, മുള്ളൻപൂരിൽ നിന്ന് അവർ അഹമ്മദാബാദിലേക്ക് വരുമ്പോൾ കൂടുതൽ സന്തോഷിക്കുന്നത് ക്യാപ്റ്റൻ കൂടിയായ ശ്രേയസ് അയ്യർ ആയിരിക്കും. കഴിഞ്ഞ മത്സരത്തിലും ശ്രേയസിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ ഇവർ ഈ മത്സരത്തിലേക്ക് എത്തുന്നത് RCB ആയിട്ടുള്ള ഒരു ദയനീയമായ പരാജയത്തിന് ശേഷമാണ്. കാരണം ആ ഒരു ടഫ് പിച്ച് ആയിരുന്നു മുള്ളൻപൂരിൽ. ആ ഒരു ടഫ് പിച്ചിൽ ഇവർ ഒരു കണ്ടീഷൻ റിയലൈസ് ചെയ്തിട്ട് ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള സ്കോറിലേക്ക് എത്താനൊന്നും ശ്രമിച്ചില്ല. ഫുൾ അറ്റാക്ക് എന്ന് പറഞ്ഞ് പോയിട്ട് വിക്കറ്റുകൾ പോയി 101 റൺസിൽ ഒതുങ്ങുകയും ചെയ്തു. RCB ആണെങ്കിൽ അത് 10 ഓവർ കൊണ്ട് അത് ചേസ് ചെയ്യുകയും ചെയ്തു. അപ്പം ആ ഒരു നമ്പർ 1 ടീം, അതായത് പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ടീമിനെ സംബന്ധിച്ച ഒരു കോൺഫിഡൻസ് ഒക്കെ ഡെന്റ് ചെയ്യാൻ സാധ്യതയുള്ളൊരു പരാജയമാണ്. അപ്പോൾ അതിനുശേഷമാണ് അവർ ഇന്നത്തെ മത്സരത്തിലേക്ക് എത്തുന്നത്. ഇനി നമ്മൾ മുംബൈ ഇന്ത്യൻസിന്റെ ബാറ്റിംഗ് ആ ഒരു ഓർഡർ നോക്കി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അവരുടെ ആ ഒരു ലൈനപ്പിൽ ഒരേ ഒരു അൺക്യാപ്ഡ് പ്ലെയർ മാത്രമാണുള്ളത്, അത് നമാൻസറാണ്. ഇപ്പൊ നമ്മൾ അവരുടെ ബാറ്റിംഗ് ഓർഡർ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ബെയർസ്റ്റോ റിക്കിൾട്ടന് വരെ ടീമിലേക്ക് വന്നിട്ട് കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതുപോലെ രോഹിത് ശർമ്മ കഴിഞ്ഞ മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ച് ആയിരുന്നു. ആ ഒരു ക്യാച്ച് ഡ്രോപ്പിന് ശേഷം വളരെ നന്നായിട്ട് തന്നെ രോഹിത് ശർമ്മ കളിക്കുകയും മത്സരം ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്ന് അകറ്റുകയും ചെയ്തു. പിന്നീട് നോക്കിയാൽ സൂര്യകുമാർ യാദവ് നല്ല കൺസിസ്റ്റന്റ് ആണ്. പിന്നീട് ഹാർദിക് പാണ്ഡ്യ, തിലക് വർമ്മ, അങ്ങനെ വരുമ്പോഴത്തേക്കും അവരുടെ ആ ഒരു ടോപ്പ് ഓർഡർ ഉണ്ടല്ലോ, അവരുടെ ആ ടോപ്പ് ഓർഡർ ഒരു ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു T20 പറയുമ്പോൾ ബാറ്റിൽ ഹാർഡൻ ആയിട്ടുള്ള പ്ലേയേഴ്സ് ആണ്. നമ്മൾ അവിടെ നോക്കുമ്പോൾ പഞ്ചാബ് കിങ്സിന്റെ സൈഡിൽ നോക്കുമ്പോൾ അൺക്യാപ്ഡ് ആണെങ്കിൽ ഇവിടെ എക്സ്പീരിയൻസ്ഡ് ഒരു ബാറ്റിംഗ് യൂണിറ്റ് ആണ് മുംബൈ ഇന്ത്യൻസിനുള്ളത്. ഇനി ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ മുംബൈ ഇന്ത്യൻസിന് തന്നെയാണ് ബെസ്റ്റ് ബോളിംഗ് അറ്റാക്ക്. അതിന് കാരണം ജസ്പ്രീത് ബുംറ. അപ്പോൾ കഴിഞ്ഞ മത്സരം നോക്കിക്കഴിഞ്ഞാൽ ഇൻ ടോട്ടൽ 436 റൺസ് വന്ന മത്സരമാണ്. ആ മത്സരത്തിൽ 4 ഓവറിൽ 27 റൺസ് മാത്രമേ ബുംറ വിട്ടുകൊടുത്തുള്ളൂ. ബുംറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെയർ ബ്രീഡാണ്. അതായത് ഇപ്പോൾ എല്ലാ ബോളേഴ്സിനും ഓഫ് ഡേയ്സ് ഉണ്ടാവും. എന്നാൽ ബുംറയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വൺസിനെ ബ്ലൂ മൂൺ എന്നൊക്കെ പറയുന്ന രീതിയിലായിരിക്കും ബുംറ ഒരു 10 റൺസ് ഒക്കെ ഒരു ഓവറിൽ വഴങ്ങുക എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ മത്സരത്തിലെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാക്കി മുംബൈ ബോളേഴ്സ് എല്ലാം കൂടെ 16 ഓവറിൽ 181 റൺസാണ് കൊടുത്തത്. അതേസമയം ജസ്പ്രീത് ബുംറ 4 ഓവറിൽ 27 റൺസ് മാത്രം വിട്ടുകൊടുത്തു. 20 റൺസിന് നമ്മുടെ മുംബൈ ഇന്ത്യൻസ് ജയിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ ഒരു ഡിഫറൻസ് തന്നെ ബുംറയാണ്. ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിനെതിരെ കളിക്കുമ്പോൾ ഇനി എത്ര സ്കോർ മുംബൈ ഇന്ത്യൻസ് പോസ്റ്റ് ചെയ്താലും അതൊരു 16 ഓവറിൽ എങ്ങനെ ചേസ് ചെയ്യാം എന്നാണ് മറ്റുള്ള ടീമുകൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കാരണം ബുംറ ഒരു 24-25 റൺസിനപ്പുറം ഇനി അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ 30 റൺസിനപ്പുറം അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. അത് വളരെ റെയർ ആയിട്ട് ഇപ്പോൾ ഒരു 10 മത്സരം കളിക്കുമ്പോൾ ഒരു മത്സരത്തിലൊക്കെ മാത്രം സംഭവിക്കുന്ന കാര്യമാണ് ബുംറ ഒരു 30 റൺസിന് മേളിൽ കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് മുംബൈ ഇന്ത്യൻസിന്റെ ബോളിംഗ് അറ്റാക്ക്. പിന്നെ ട്രെന്റ് ബോൾട്ട് പവർ പ്ലേയിൽ വിക്കറ്റ് വീഴുന്നുണ്ട്. പിന്നെ ദീപക് ചഹാർ കഴിഞ്ഞ മത്സരത്തിൽ ഹാംസ്ട്രിംഗ് നീക്കിൾ മൂലം കളിച്ചിരുന്നില്ല. ഈ മത്സരത്തിന്റെ കാര്യത്തിൽ ഉറപ്പില്ല. അതുപോലെ റിച്ചാർഡ് ഗ്ലീസൺ കഴിഞ്ഞ മത്സരം ഓവർ കംപ്ലീറ്റ് ചെയ്തില്ല. അവിടെയും ഒരു ഹാംസ്ട്രിംഗ് ഇഷ്യൂ കാണുന്നുണ്ട്. അപ്പോൾ ഗ്ലീസന്റെ കാര്യവും ഇന്നത്തെ മത്സരത്തിൽ ഉറപ്പില്ല. ഇനി ഗ്ലീസൺ ഇഷ്യൂ ആണെങ്കിൽ ചിലപ്പോൾ റീസ്റ്റോപ്പിൽ ഗ്ലീസന് റീപ്ലേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ കഴിഞ്ഞ മത്സരത്തിൽ അശ്വിനി കുമാർ ഡീസന്റ് ആയിട്ട് ബോൾ ചെയ്തു. 3.3 ഓവറിൽ 28 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. പിന്നെ അറിയാലോ കഴിഞ്ഞ മത്സരത്തിൽ ബാക്കി എല്ലാവരും എക്സ്പെൻസീവ് ആയെങ്കിലും നല്ല ഡീസന്റ് ആയിട്ടുള്ള ബോളിംഗ് അറ്റാക്ക് തന്നെയാണ്. ഇനി പഞ്ചാബ് കിങ്സിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അർഷദീപ് സിംഗ് അറിയാലോ, പവർ പ്ലേയിൽ എന്തായാലും വിക്കറ്റ് എടുക്കുന്ന പ്ലെയർ ആണ്. അവിടെ ഇഷ്യൂ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുസ്വേന്ദ്ര ചഹലിന്റെ ആ ഒരു ഇഞ്ചുറി. ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിലും ചഹൽ കളിച്ചില്ല, ആ ഒരു റിസ്റ്റ് ഇഞ്ചുറിയാണ്. എന്നാൽ മത്സരത്തിന്റെ തലേന്ന്, അതായത് ഇന്നലെ ചഹൽ പ്രാക്ടീസിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ മത്സരം കളിക്കുമെന്ന് കൺഫേംഡ് അല്ല. കാരണം ക്വാളിഫയർ 1-ന് മുന്നേയും ചഹൽ പ്രാക്ടീസിന് ഇറങ്ങി. അതുകൊണ്ടാണ് ഞാൻ അന്നത്തെ മത്സരത്തിൽ കളിക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്നലെയും അതുപോലെ തന്നെ പ്രാക്ടീസിന് ഇറങ്ങി. ഇന്ന് കളിക്കുമോ എന്നറിയില്ല.
പിന്നെ മാർക്ക് യാൻസൺ അവിടെ ഉണ്ടാക്കിയ ഒരു വിട ഉണ്ടല്ലോ, അത് അവിടെ തന്നെയുണ്ട്. ഇപ്പോൾ ഇനി കൈൽ ജേമിസൺ ടീമിലെത്തി. കഴിഞ്ഞ മത്സരത്തിൽ ഓരോ ഓവർ നന്നായിട്ട് എറിഞ്ഞു, ബാക്കിയുള്ള ഓവേഴ്സിൽ അടികൊണ്ടു. പിന്നുള്ളത് അസ്മത്തുള്ള ഒമർ സായി ആണ്. ഇപ്പോൾ ഒമർ സായി വരുമ്പോൾ മാർക്ക് യാൻസന് ഏകദേശം ഒരു ലൈക്ക് ഫോർ ലൈക്ക് ആണ്. പക്ഷേ ആ ഒരു കാലിബറിന്റെ കാര്യത്തിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയില്ല. ആ ഒരു ലെഫ്റ്റ് ആം ആംഗിളും ആ ഒരു കൺസിസ്റ്റൻസിയും അസ്മത്തുള്ള ഒമർ സായിന്ന് കിട്ടില്ല. പിന്നെ ബാറ്റിംഗ് കിട്ടും, യാൻസന്റെ ആ ഒരു ബാറ്റിംഗ് കിട്ടും. ഇനി അവർക്ക് ഓപ്ഷൻ ഉള്ളത് സാവിയർ ബാർട്ട്ലെറ്റ് ഒക്കെയാണ്. അപ്പോൾ അത് അവർ ഏത് രീതിയിൽ പോകുന്ന കാര്യം നമുക്ക് ഉറപ്പില്ല. എന്തായാലും വലിയ ചേഞ്ചസ് ഒന്നും അവിടെ സാധ്യത കാണുന്നില്ല. എന്തായാലും നമ്മുടെ ടീമിന്റെ കാര്യം പറയുമ്പോഴേക്കും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ഇവരുടെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ബോളിംഗ് യൂണിറ്റ് ആ ഒരു ജസ്പ്രീത് ബുംറ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ മുൻതൂക്കം എന്തായാലും മുംബൈ ഇന്ത്യൻസിന് കൊടുക്കേണ്ടി വരും. പിന്നെ പഞ്ചാബ് കിങ്സിന് ആശ്വസിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് 2 ഫിനിഷിന് വളരെ നിർണായകമായിട്ടുള്ളൊരു മാച്ചിൽ നമ്മുടെ മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിക്കാൻ പഞ്ചാബിനായി. അപ്പോൾ ആ ഒരു മത്സരം അവർക്ക് ആ ഒരു നിർണായകമായിരുന്നു. ആ മത്സരത്തിൽ അവർ മുംബൈ ഇന്ത്യൻസ് ഉയർത്തിയ വിജയലക്ഷ്യം അനായാസം തന്നെ ചേസ് ചെയ്യുകയും ചെയ്തു. ഇവിടെ ഒരു കാര്യം എന്ന് പറയുന്നത്, അവിടെ എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ വൈറ്റലായത് അർഷദീപ് സിംഗിന്റെ ലാസ്റ്റ് ഓവറാണ്. ആ ഒരു ലാസ്റ്റ് ഓവറിൽ നമ്മുടെ മുംബൈ ഇന്ത്യൻസിനെ റെസ്ട്രിക്ട് ചെയ്യാൻ പഞ്ചാബ് കിങ്സിനായി. എന്നാൽ GT ആയിട്ടുള്ള കഴിഞ്ഞ മത്സരം വന്നപ്പോൾ ജെറാൾഡ് കോയിറ്റ്സേക്ക് ആ ഒരു അർഷദീപ് ആ ഒരു ചെയ്തൊരു ഫീറ്റ് ആവർത്തിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ വന്നപ്പോഴേക്കും മുംബൈ ഇന്ത്യൻസ് 228 പോലൊരു സ്കോറിൽ എത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ രണ്ട് ടീമുകളുടെയും കാര്യങ്ങൾ. അപ്പോൾ ഒരിടത്ത് ഒരു യൂത്ത്ഫുൾ എക്സ്പീരിയൻസും ഒരിടത്ത് ആ ഒരു എക്സ്പീരിയൻസ്ഡ് പ്ലേയേഴ്സും തമ്മിലുള്ളൊരു കോമ്പറ്റീഷനാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇനി പിച്ച് കണ്ടീഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ അഹമ്മദാബാദിലാണ് മത്സരം. അഹമ്മദാബാദിൽ ഈ ഒരു സീസൺ എന്ന് പറയുന്നത് ഒരു ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സർഫസ് ആണ്. അതായത് ആവറേജ് സ്കോർ 200+ വരുന്ന ഒരു സർഫസ് ആണ്. പിന്നെ ഈ സീസണിൽ ഇതേവരെ നടന്ന 7 മത്സരങ്ങളിൽ 6 മത്സരങ്ങളും ജയിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത ടീമാണ്. അപ്പോൾ ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്ന ടീമിന് ഒരു ക്ലിയർ മുൻതൂക്കം ഈ സീസണിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ചെറിയ ഡ്രിസിൽസ് ഉണ്ട്, അതായത് ചെറിയ ചാരൽ മഴ ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പോൾ പിച്ച് കവേർഡ് ആണ്. അപ്പോൾ എങ്ങനെ പിച്ച് ബിഹേവ് ചെയ്യും എന്നുള്ള കാര്യം അറിയില്ല എങ്കിൽ കൂടി ഒരു അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ബാറ്റിംഗ് ഫ്രണ്ട്ലി സർഫസ് ആവാൻ തന്നെയാണ് സാധ്യത. ഇനി ടോസ് നേടിയ ക്യാപ്റ്റന്മാർ ആദ്യം ബാറ്റിംഗ് തിരഞ്ഞെടുക്കാനും സാധ്യതയുണ്ട്. അതും നമുക്ക് തള്ളിക്കളയാനാവുന്ന ഒന്നല്ല. ഇനി നമ്മൾ ഒരു പ്രഡിക്റ്റഡ് പ്ലേയിങ് ടൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ചഹലിന്റെ കാര്യം ഓൾറെഡി പറഞ്ഞല്ലോ. ചഹൽ ഫിറ്റ് ആണെങ്കിൽ ചഹൽ ടീമിലേക്ക് മടങ്ങിയെത്തും. ഇപ്പോൾ ബാക്കിയുള്ള ചേഞ്ചസ് അവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് ഒരു ക്രൂഷ്യൽ മാച്ച് ആയതുകൊണ്ട് കോമ്പിനേഷനിൽ വലിയ ചേഞ്ചസ് വരുത്താൻ സാധ്യതയില്ല. അതെന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണണം. ഇനി മുംബൈ ഇന്ത്യൻസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 പേർക്ക് ഓൾറെഡി ഇഷ്യൂ ഉള്ള കാര്യം പറഞ്ഞു. ദീപക് ചാർ ഓൾറെഡി കഴിഞ്ഞ മത്സരം കളിച്ചില്ല. റിച്ചാർഡ് ലീസൺ കഴിഞ്ഞ മത്സരത്തിൽ സ്ട്രഗ്ലിംഗ് ആയിരുന്നു, ഒരു ലാസ്റ്റ് ഓവർ കംപ്ലീറ്റ് ചെയ്തില്ല. അപ്പോൾ അവർ രണ്ടുപേരും ചിലപ്പോൾ ഇന്നും കാണാൻ സാധ്യതയില്ല. അങ്ങനെ റിച്ചാർഡ് ലീസൺ ഇല്ലെങ്കിൽ റീസ്റ്റോപ്പിൽ ഒരു ലൈക്ക് ഫോർ ലൈക്ക് റീപ്ലേസ്മെന്റ് ആണ്. അങ്ങനെ വരുമ്പോൾ ടോപ്ലി ടീമിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അല്ലാതെ അവിടെയും വലിയ മാറ്റങ്ങൾക്ക് സാധ്യത കാണുന്നില്ല. അപ്പോൾ അതാണ് പ്രഡിക്റ്റഡ് പ്ലേയിങ് ടൂൾ എന്ന് പറയുന്നത്. ഇനി പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ. പഞ്ചാബ് കിങ്സ് നിരയിൽ നിന്ന് ക്യാപ്റ്റൻ കൂടിയായ ശ്രേയസ് അയ്യർ. ഇപ്പോൾ ശ്രേയസ് അയ്യറിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. മുള്ളൻപൂരിൽ വളരെ മോശം റെക്കോർഡാണ് ഈ സീസണിൽ ശ്രേയസ് അയ്യറിനുള്ളത്. എന്നാൽ മുള്ളൻപൂരിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ വളരെ നന്നായിട്ട് കളിക്കാനും അയ്യറിന് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു 10 മത്സരങ്ങളിൽ നിന്ന് 489 റൺസാണ് മുള്ളൻപൂരിന് പുറത്ത് അയ്യർ സ്കോർ ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ അഹമ്മദാബാദിൽ പഞ്ചാബ് കിങ്സ് GT മത്സരത്തിൽ 97 റൺസ് എടുത്ത് തന്റെ ടീമിനെ വിജയത്തിലേക്ക് നയിക്കാൻ ശ്രേയസ് അയ്യറിന് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മാച്ചിൽ, അതായത് കിരീടം സ്വപ്നം കാണുന്ന ടീമാണ്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ അതേ ഒരു ഫീറ്റ് ആവർത്തിക്കാനായിരിക്കും ശ്രേയസ് അയ്യർ ശ്രമിക്കുക. അപ്പോൾ ശ്രേയസ് അയ്യർ ഇന്ന് എങ്ങനെ പെർഫോം ചെയ്യുമെന്നുള്ളത് ഞാൻ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഇനി മുംബൈ ഇന്ത്യൻസ് സൈഡിൽ നിന്ന് ജസ്പ്രീത് ബുംറ. അതിന് കാരണം പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യം തന്നെയില്ല. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ മത്സരം എടുത്താലും ആ 2 ടീംസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ബുംറയായിരുന്നു. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ബുംറ എങ്ങനെ പെർഫോം ചെയ്യുമെന്നറിയാൻ ഞാൻ കാത്തിരിക്കുന്നു. അപ്പോൾ അതാണ് എൻ്റെ പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ. ഇന്നത്തെ മത്സരത്തിൽ ആരായിരിക്കും വിജയിക്കുക? മുംബൈ ഇന്ത്യൻസോ അതോ പഞ്ചാബ് കിങ്സോ? കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമേ ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.